കഴിഞ്ഞ ദിവസേ PJ കുര്യൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു, യൂത്ത് കോൺഗ്രസിനെ വിമർശിച്ചും അതുപോലെ SFIനെ പുകഴ്ത്തിയായിരുന്നു. അല്ല, PJ കുര്യൻ കോൺഗ്രസിൻ്റെ സമുന്നതനായ ഒരു നേതാവാണ്. അദ്ദേഹം രാജ്യസഭയിലും ലോക്സഭയിലും നിരവധി കൊല്ലക്കാലം ഉണ്ടായിരുന്നു, കേന്ദ്രമന്ത്രിയായിരുന്നു, അദ്ദേഹം ഡെപ്യൂട്ടി ലീഡറാണ്. അതിലൊക്കെ ഉപരി അദ്ദേഹം ഒരു കോളേജിലെ പ്രൊഫസറാണ്. കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടി എന്നുള്ള നിലയ്ക്ക് എല്ലാവർക്കും അവരുടെ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള അവസരങ്ങളുണ്ട്. ആ അവസരങ്ങളെ വിമർശിക്കാനുള്ള അവസരം മറ്റുള്ളവർക്കും പാർട്ടിക്കകത്തുണ്ട്. ശ്രീ PJ കുര്യൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, അതിന് മറുപടി യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറം ഈ വിഷയത്തിന് വലിയ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല. അതേസമയം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു വോയിസ് അടക്കം ഇന്നലെ ഇങ്ങനെ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു, അത് പറഞ്ഞത് തെറ്റായിപ്പോയി, മാധ്യമങ്ങളുടെ മുമ്പിൽ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നുൾപ്പെടെ. അതല്ലേ ഞാൻ പറഞ്ഞത്, ശ്രീ PJ കുര്യൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള അവകാശമുണ്ട്, അതിന് മറുപടി പറയാനുള്ള അവകാശം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റുണ്ട്. കാരണം യൂത്ത് കോൺഗ്രസിനെ കുറിച്ചാണ് ശ്രീ PJ കുര്യൻ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയത്. അതിന് മറുപടി പറയേണ്ട ആളാരാണ്? യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റാണ്. അദ്ദേഹം അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ആ വിഷയം അവിടെ അവസാനിച്ചു. കാരണം ശ്രീ PJ കുര്യൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പരസ്യമായി പ്രകടിപ്പിച്ചു, അതിൻ്റെ മറുപടി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പരസ്യമായി പറഞ്ഞു. അതോടെ അവസാനിച്ചു. കഴിഞ്ഞ ദിവസം അതുപോലെ തന്നെ ബന്ധപ്പെട്ട് ഒരുപാട് ഇവിടെ കാസർഗോഡ് തന്നെയാണ് അതിന് തുടക്കം ഉണ്ടായിരുന്നത്. ഒരുപാട് പ്രതിഷേധങ്ങളടക്കം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് ഗുരുപൂജ പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നു. ഗുരുക്കന്മാരുടെ പാദം സ്പർശിക്കുക, അവരെ ആദരിക്കുക, അതൊക്കെ ഉണ്ട്, ഗുരുപൂജ ഉണ്ട്. പക്ഷെ ഇപ്പോൾ നടക്കുന്ന ഗുരുപൂജയല്ലല്ലോ, പാദസേവയാണ്. ആ പാദസേവയൊന്നും നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. പാദസേവ ഒരു ഫാസിസ്റ്റ് പ്രവണതയുടെ മൂർത്തിമത് ഭാവമാണ്. അതുകൊണ്ട് ഒരിക്കലും പാദസേവയും പാദപൂജയും ഒന്നും, ഗുരുപൂജയാകാം, അത് ഗുരുക്കന്മാരെയാണ്. മാതാ പിതാ ഗുരുർ ദൈവം എന്നാണ്. മാതാവും പിതാവും ഗുരുവും ദൈവത്തിന് തുല്യമാണ്. ആ ഗുരുക്കന്മാരെ ആദരിക്കാം, അതിനാർക്കും കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ഇതങ്ങനല്ലോ, ഇതൊരു പാദപൂജയുടെ പേരിൽ നടക്കുന്നത് പാദസേവയാണ്. അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാനാവില്ല.